ഈ ചുവപ്പിനൊരു കഥ പറയാനുണ്ട്. ഇപ്പോഴെന്റെ കൈകളിലും ഇതാണ് യഥാർത്ഥ രുചി മലയാളി പൗഡേഴ്സ്. ഇത് വെറും മുളക്. AI വെച്ചിട്ട് എങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ഏതൊരാൾക്കും വീഡിയോ മേക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൂളുകൾ, AI വീഡിയോ മേക്കിങ്ങിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൂളുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോ മേക്ക് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഒരു ടൂളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ടൂളിൻ്റെ എല്ലാ ഫങ്ഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ടൂള് എന്ന് പറയുന്നത് ഗൂഗിൾ ഫ്ലോ ആണ്. ഗൂഗിൾ ഫ്ലോ, ജെമിനി ഫ്ലോ ഒക്കെ പറയാറുണ്ട്. അത് നിങ്ങൾ സിമ്പിളായിട്ട് ബ്രൗസറിൽ സെർച്ച് ചെയ്യാം. ബ്രൗസറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫ്ലോ കാണാൻ സാധിക്കും. ഇതാണ് ഗൂഗിൾ ഫ്ലോൻ്റെ ഇൻ്റർഫേസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഗൂഗിൾ ഫ്ലോ തുറക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യണം. ഇവിടെ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ഫ്ലോ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതലും ഡെസ്ക് ടോപ്പ് അല്ലെങ്കിൽ മോണിറ്റേഴ്സ് ലാപ്ടോപ്പിനെ അവലംബിക്കാം. ഇനി ചില ആളുകൾക്ക് ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലും ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിൽ ബ്രൗസറിൽ ഗൂഗിൾ ഫ്ലോ എന്ന് സെർച്ച് ചെയ്താൽ മതി. ചിലപ്പോൾ അത് ഗൂഗിൾ ഫ്ലോ നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യില്ല എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളത് ഡെസ്ക് ടോപ്പ് മോഡിലേക്ക് മാറ്റുക. ഡെസ്ക് ടോപ്പ് മോഡ് ഐഫോണിൽ മാറ്റിയാലും ഇത് നടക്കുന്നില്ല. ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ചില ഐഫോണിൽ നടക്കുന്നുണ്ടോ എന്നല്ല, ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ്രോയിഡിൽ ഡെസ്ക് ടോപ്പ് മോഡിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഫോണിലും ഇത് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി കൺവീനിയൻറ്റ് ഡെസ്ക് ടോപ്പിലാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഫ്ലോ എല്ലാ യൂസേഴ്സിനും, ഫ്രീ യൂസേഴ്സിനും പെയ്ഡ് യൂസേഴ്സിനും ഉപയോഗിക്കാം. ഫ്രീ യൂസേഴ്സിന് ക്രെഡിറ്റ്സിൽ ലിമിറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ പ്രോ വേർഷൻ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. ജിയോ യൂസേഴ്സിന് പ്രോ വേർഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ മതി. നിങ്ങളുടെ ഇമെയിലിലേക്ക് അത് ആക്ടിവേഷൻ ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഫ്ലോയുടെ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് തരാം. ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുക. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസിൻ്റെ അല്ലെങ്കിൽ AI വീഡിയോസിൻ്റെ ഒക്കെ ഹിസ്റ്ററി ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ന്യൂ പ്രൊജക്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രൊജക്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ ചെല്ലും. ഇവിടെ ഓൾ മീഡിയ, ക്യാരക്ടേഴ്സ്, സീൻസ്, ടൂൾസ് എന്നുള്ള ഫംഗ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് സിമ്പിളായിട്ട് ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടും വീഡിയോ മേക്ക് ചെയ്യാം. പക്ഷേ അവിടേക്ക് AI വീഡിയോ ക്രിയേഷൻ്റെ ഒക്കെ പ്രത്യേകത, നമ്മളുടെ പ്രോംപ്റ്റ്സുകൾ പലപ്പോഴും മതിയാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് മതിയാവില്ല. ഇത്തരത്തിലുള്ള ഇവിടെ നിങ്ങൾ പ്രോംപ്റ്റ് കൊടുത്ത് വീഡിയോ മേക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ക്യാരക്ടർ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, സീനുകൾ ഒരു ഫ്ലോ ഉണ്ടാവില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മളൊരു മറ്റൊരു ഫംഗ്ഷൻ ആദ്യം ഉപയോഗപ്പെടുത്തുന്നത്. അതിനിവിടെ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ടെംപ്ലേറ്റ്സിൽ പല വിധത്തിലുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഞാൻ മിക്ക ടെംപ്ലേറ്റ്സും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇതിലെ ഓരോ ടെംപ്ലേറ്റ്സും നിങ്ങൾ AI വീഡിയോസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടൂളുകളും ഓരോ ടെംപ്ലേറ്റ്സും എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതാവും. ഓക്കെ, ഇങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോസും കഴിഞ്ഞ് പ്രോംപ്റ്റിംഗ് സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോറി ബോർഡ് സ്റ്റുഡിയോ എന്നുള്ള ഫംഗ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ വെൽക്കം ടു സ്റ്റോറി സ്റ്റുഡിയോ എന്നുള്ള ഫംഗ്ഷൻ കാണിക്കും. ഇനി നമ്മൾ സ്റ്റോറി ബോർഡ് സ്റ്റൈൽ ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസ് ആണ് വേണമെങ്കിൽ റിയലിസ്റ്റിക്. ഇനി 3D ആനിമേഷൻസ്, അതേപോലെ തന്നെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കെച്ച് ടൈപ്പ്, അങ്ങനെ ഓരോ ടൈപ്പും ഉണ്ട്. ഇനി കസ്റ്റം സ്റ്റൈൽ വേണമെങ്കിൽ അതും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം നമ്മളിവിടെ റിയലിസ്റ്റിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നമുക്ക് ഫസ്റ്റ് തന്നെ വേണമെങ്കിൽ പ്രോംപ്റ്റ് കൊടുത്ത് വീഡിയോ മേക്ക് ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾക്ക് പല ലിമിറ്റ്സുകളുണ്ട്. ഇവിടേക്ക് വന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഒരു ചാറ്റ് ബോട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ചാറ്റ് ബോട്ടിൽ നമ്മളുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ പിന്നിലുള്ള ടൂള് കൃത്യമായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്ക്രിപ്റ്റ്, അസറ്റ്സ്, സ്റ്റോറി ബോർഡ് ഒക്കെ നിർമ്മിച്ചു തരും. ഞാൻ സിമ്പിളായിട്ട് ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഒരു ചെറിയൊരു കുഞ്ഞു പ്രോംപ്റ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു. പ്രോംപ്റ്റ് ഞാൻ വായിച്ചു തരാം. ഐ ഹാവ് എ ചില്ലി പൗഡർ. ഐ നീഡ് യു ടു ഹാവ് എൻ എൻറ്റയർ ആഡ് വീഡിയോ ഫോർ മീ. ദ ഓഡിയൻസ് ആർ ഫ്രം കേരള. മൈ കമ്പനി നെയിം ഈസ്
Malayali powders. Since the audience are from Kerala, can you make the dialogue in Malayalam? Make the ad very creative. നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾക്കൊരു ചില്ലി മുളക് പൊടിയുണ്ട്, അതിൻ്റെ കമ്പനിയുടെ പേര് മലയാളി പൗഡേഴ്സ് എന്നുള്ളതാണ്. അതിന് വേണ്ട ഒരു ആഡ് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ലളിതമായിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ് കൊടുത്തത്. ആ പ്രോംപ്റ്റ് ഓക്കെ ആണെങ്കിൽ എൻ്റർ കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി നമ്മൾക്ക് ആ ഒരു ആഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട സ്ക്രിപ്റ്റ്, അസറ്റ്സ്, ഡയലോഗ്സ് എല്ലാം ഈ ഒരു AI തന്നെ നിർമ്മിച്ചു തരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ക്യാരക്ടർ ഒന്നുകൂടി കൺസിസ്റ്റൻസി ഉണ്ടാവും. സീനുകൾ ഒന്നുകൂടി ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സീനുകൾ നമുക്ക് നിർമ്മിച്ചു തരും. നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടി. സ്ക്രിപ്റ്റിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ സീനുകൾ കൊണ്ടുകൊണ്ട് എന്ത് രീതിയിലുള്ള ഡയലോഗുകളാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ സ്ക്രിപ്റ്റ്, ഡയലോഗ്സ് എങ്ങനെ വേണം എന്നതിന് ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയലോഗ്സിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളത് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ഇതിൽ ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിൽ എന്താണെന്ന് കാണാൻ സാധിക്കും. സീന്, ഡയലോഗ്, ട്രാൻസിഷൻസ്, ഇത് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൽ അഡീഷണൽ എന്ത് ചേഞ്ചസ് വേണം, ഇപ്പോൾ ഈ ഒരു ഡയലോഗ്സ് ഒന്നും പോരാ, യു ആർ നോട്ട് ഹാപ്പി വിത്ത് ദ ഡയലോഗ്സ്, ദെൻ യു ക്യാൻ ഗിവ് എൻ അഡീഷണൽ പ്രോംപ്റ്റ്സ് ഹിയർ. നിങ്ങൾക്ക് അഡീഷണൽ പ്രോംപ്റ്റ്സ് ഇവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഇവിടുത്തെ എടുത്ത് പറയേണ്ടതാണ്. അതിനുശേഷം ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റായി ആദ്യം നമ്മൾ AI വീഡിയോ മേക്കിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സ്ക്രിപ്റ്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ജെമിനിയിൽ പോയിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കും, ChatGPTയിൽ പോയിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അവിടെയൊക്കെ ലിമിറ്റ്സുകൾ ഉണ്ടാണ്. ഇനി നെക്സ്റ്റ് അസറ്റ്സ് എന്നുള്ള സെക്ഷനാണ്. അസറ്റ്സ് എന്നാൽ ഇപ്പം നമ്മളുടെ ആ ഒരു ആഡ് വീഡിയോക്ക് വേണ്ട ക്യാരക്ടേഴ്സ്, ലൊക്കേഷൻസ്, അതേപോലെ തന്നെ പ്രോപ്പ്, അതായത് ടൂളുകൾ, അതിൽ ഉപയോഗിക്കേണ്ട ഫങ്ഷൻസ്, അതിലുപയോഗിക്കേണ്ട മറ്റു എലമെൻറ്റ്, ഇതൊക്കെ ആദ്യം തന്നെ ഇവിടെ നമ്മൾക്ക് നിർമ്മിച്ചു തരും. അപ്പോൾ നമ്മൾക്ക് ക്യാരക്ടേഴ്സ്, ആ ഒരു വീഡിയോക്ക് വേണ്ട ക്യാരക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. പഞ്ചകാക്ഷി, ഗൗതം, കുട്ടിശങ്കരൻ. ഇനി നമ്മൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോ ഫിൽ ക്യാരക്ടേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട ക്യാരക്ടേഴ്സും ഇത് ബിൽഡ് ചെയ്ത് തരും. ഞാൻ ഇതാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് നമ്മൾക്ക് എന്താണ്, ലൊക്കേഷൻ വേണം. അപ്പോൾ അതും നമ്മൾ ഓട്ടോ ഫിൽ ലൊക്കേഷൻസ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ഒരു വീഡിയോയിൽ എടുക്കുന്ന എക്സ്ട്രാ എലമെൻറ്റ്സ്, ഇപ്പം മുളക് പൊടി ഉണ്ടാകുമ്പോൾ മുളക്, പാത്രങ്ങൾ, അങ്ങനെ മറ്റു എലമെൻറ്റ്സുകളുടെ പിക്ചേഴ്സും ഇവിടെ നമ്മൾക്ക് മേക്ക് ചെയ്ത് തരും. അപ്പോൾ അതും നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ഫിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. അപ്പം നമ്മൾക്ക് വേണ്ട 3 ടൈപ്പ് ഓഫ് അസറ്റുകൾ നമ്മൾ ബിൽഡ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. ഇനി ഈ AI നമ്മൾക്ക് വേണ്ട 3 അസറ്റുകൾ നിർമ്മിച്ചു തരും. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോവേണ്ടത് സ്റ്റോറി ബോർഡിലേക്കാണ്. അപ്പോൾ ഒന്നാമത്തെ പഞ്ചകാക്ഷിനെ നമ്മൾക്ക് നിർമ്മിച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റോറി ബോർഡാണ്. ഇത് കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ് നെക്സ്റ്റിലേക്ക് പോകുന്നത്. ഓക്കെ, സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റയർ AI വീഡിയോനെ ഒരു സ്റ്റോറി ആയിട്ട്, ഇമേജുകളായിട്ട്, സീനായിട്ട് നമ്മൾക്ക് കാണിച്ചു തരും. ഇങ്ങനെ തരുന്നതുകൊണ്ടുള്ള ഗുണം എന്താ എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഏത് സീനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏത് എലമെൻറ്റ്, ഇപ്പോൾ ക്യാമറയുടെ ആംഗിൾ, ഏത് ആംഗിളിൽ നിന്നാണ് നിങ്ങൾക്ക് ആ സീന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സ്റ്റോറി ബോർഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒന്നാമത്തെ സീന് ട്രഡീഷണൽ കേരള കിച്ചൺ, ആ ഒരു സീനിലേക്ക് 5 ഷോട്ടുകൾ വേണം. ആ 5 ഷോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 5 ഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇനി അതിനേക്കാൾ കൂടുതൽ ഷോട്ടുകൾ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ ഇപ്പോൾ 5 എണ്ണം ഒന്നും വേണ്ട, 4 ഷോട്ടുകളൊക്കെ മതി. അങ്ങനെ അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഓട്ടോ ഫിൽ സീൻ എന്നുള്ള സെയിം ഓപ്ഷൻ നമ്മൾ തൊട്ട് മുമ്പ് കൊടുത്ത അതേ ഓപ്ഷൻ ഇവിടെയും കൊടുക്കാം. പിന്നെ അതിനുശേഷം സീൻ 2 ഇൻ കിച്ചൺ, ആ ഒരു സീൻ 1ന് ശേഷം സീൻ 2ലുള്ള കിച്ചണിൽ 3 ഷോട്ട്സുകൾ, 3 ഫ്രെയിമുകളാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഓട്ടോ ഫിൽ സീൻസ് എന്ന് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ബാക്ക് യാർഡ്, ഓക്കെ, അതൊക്കെ നമ്മളുടെ തുടക്കത്തിലുള്ള സ്റ്റോറിക്ക് അനുസരിച്ചിട്ടുള്ള സ്റ്റോറി ബോർഡുകളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്ക്രിപ്റ്റിൽ പോയാൽ കാണാൻ സാധിക്കും ഒന്നാമത്തെ സീൻ എന്താണ്, രണ്ടാമത്തെ സീൻ എന്താണ്, മൂന്നാമത്തെ സീൻ എന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള സ്റ്റോറി ബോർഡാണ് നമ്മൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 5 ഫ്രെയിം വേണം, 4 ഫ്രെയിം വേണം, അത് എത്രയും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ വീഡിയോ ഷൂട്ടിൻ്റെ അതേ രീതിയിലുള്ള സെറ്റപ്പ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ ഇത് ഓക്കെയാണ്, അങ്ങനെയാണെങ്കിൽ ഓട്ടോ ഫിൽ ബാക്ക് യാർഡ് എടുത്തു, ബാക്ക് യാർഡ് സെറ്റായി. ഇനി ചില്ലി പൗഡർ അല്ല എന്ന് പറയുന്ന ആ ഒരു സീന്, അതും നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓട്ടോ ഫിൽ സീൻസ് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോക്ക് വേണ്ട സീൻസും സെറ്റായി.
അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ അസെറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസെറ്റ്സ് ഓക്കെ ആയി, നമ്മൾക്ക് വേണ്ട അസെറ്റ്സുകൾ, ക്യാരക്ടേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പഞ്ചകാക്ഷിനെ യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു രൂപത്തിലേക്ക്, ആ ഒരു ഭാവത്തിലേക്ക് ഈ ഒരു ക്യാരക്ടർ എത്തിയില്ല. അപ്പം നിങ്ങൾക്ക് പേര് മാറ്റണമെങ്കിൽ അത് മാറ്റാം. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്ട്രാ എലമെൻറ്റുകൾ കൊടുക്കാം. ഇന്ന രീതിയിലാണ്, കുറച്ചുകൂടി യങ് ആവണം, കുറച്ചുകൂടി ഓൾഡ് ആവണം, കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു AI നമ്മുടെ ക്യാരക്ടറിൽ മാറ്റം തരും. ഇനി അതിൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് ക്ലോത്തിങ് ആണ്. ക്ലോത്തിങ്, ആക്സസറീസ്, അവർ ധരിച്ച ഡ്രസ്സ് സ്റ്റൈൽ. ഇപ്പം നമ്മളുടെ ഓരോ സീനിനും നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു വിഷ്വൽ ഡ്രസ്സിങ് സ്റ്റൈലുണ്ട്. If you're not okay with the default dressing style, you can give additional prompts here, and this AI, after you click the create image, this AI going to build a new character for you. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അസെറ്റ്സിൽ എല്ലാവിധ മാറ്റങ്ങളും വരുത്താൻ പറ്റും. ഇനി നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ സ്റ്റോറി ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ഇതേപോലെ മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടെ സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇവിടെ ഈ സെയിം പാറ്റേൺ വെച്ചിട്ടുള്ള സ്റ്റോറി ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. ഇത് കുറച്ചുകൂടെ സമയം എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇവിടെ ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഞാൻ അതിലേക്ക് പോവാം. അപ്പം ഇത് ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചു തന്ന പോലെ ഒക്കെ ചെയ്ത് നിർമ്മിച്ച ഒരു സ്റ്റോറി ബോർഡ് കാണിച്ചത്. കാരണം മറ്റേത് അത്യാവശ്യം സമയം എടുക്കേണ്ടത്. നമ്മുടെ ഒന്നാമത്തെ സീൻ ഇവിടെ സ്ക്രിപ്റ്റിൽ വന്നു കഴിഞ്ഞാൽ സീൻ 1 എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കും. ഇതൊരു ഇടുക്കിയിലുള്ള ഒരു പ്രഭാതമാണ് ഒന്നാമത്തെ സീന്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള സീൻ 1ൻ്റെ വിഷ്വൽസ് തന്നിട്ടുണ്ട്. ഇനി സ്ക്രിപ്റ്റ് 2 ഒരു കിച്ചണാണ്, ഒരു ട്രഡീഷണൽ കിച്ചണാണ് നമ്മൾക്കുള്ളത്. അവിടെ ഒരു ഡയലോഗ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ കിച്ചണ് നമ്മൾക്ക് ഇവിടെ സ്റ്റോറി ബോർഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സീനിന് വേണ്ട പിക്ചേഴ്സും തന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് നമുക്ക് ഇനിയിപ്പോൾ ഏത് ആംഗിളാണ്, ഏത് സീനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇതിലേക്ക് യോജിക്കുന്നത്, അത് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇവിടെയും നമ്മൾക്ക് അതിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇമേജിൽ നിങ്ങൾ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സീനിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ മാറ്റം വരുത്താം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കുന്ന ഓരോന്നിലും നിങ്ങൾക്ക് എഡിറ്റ് വരുത്താം എന്നുള്ളതാണ്. അതായത് ഒരു ഡയറക്ടറിന് വേണ്ട എല്ലാ ഓപ്ഷൻസും ഈ AI വീഡിയോ ക്രിയേഷനിലുണ്ട്. ഇത് മുഴുവനും, അതായത് നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഓക്കെ ആയി, അസെറ്റ്സ് ഓക്കെ ആയി, സ്റ്റോറി ബോർഡ് ഓക്കെ, ഇതൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ചെയ്തതിന് ശേഷം സേവ് സ്റ്റോറി എന്ന് കൊടുക്കണം. അത് മറക്കരുത്. സേവ് സ്റ്റോറി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സീനിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചത് പലതും നഷ്ടമാവും. സേവ് സ്റ്റോറി കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ സ്റ്റോറിയിൽ പോയിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് സേവ് സ്റ്റോറി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫയലായിട്ട് നമ്മുടെ ഡൗൺലോഡ്സിലായി സേവ്ഡ് ആയിട്ടുണ്ടാകും. പിന്നെ നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡൺ അടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ നഷ്ടപ്പെടും. കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീഡിയോ ക്രിയേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഡെസ്ക് ടോപ്പിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെയിം ടാബ് തന്നെ 2 ടാബുകളായിട്ട് തുറന്നു വെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കൺവീനിയൻ്റ് ആകും. അല്ല, നിങ്ങൾ ഇനി ഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ നിർമ്മിച്ച ഈ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് വാട്സപ്പിലേക്കോ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ സേവ് ചെയ്ത് വെക്കുക. അതൊന്നും കൂടി നിങ്ങൾക്ക് ഹാൻഡ്ലിങ് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം ഇതൊക്കെ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ വന്ന ഓൾ മീഡിയ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് പോകാം. ഓൾ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത എല്ലാവിധ ഇമേജസും നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ നിർമ്മിച്ച എല്ലാ ഇമേജസുകളും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇമേജസ് ഉണ്ട്. അതിനുശേഷം ക്യാരക്ടേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ നേരത്തെ ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്തു. ആ ക്യാരക്ടേഴ്സിൻ്റെ ഓഡിയോയും നമ്മൾക്ക് ഇവിടെ മാറ്റം വരുത്താൻ പറ്റും. അപ്പം അതിന് ചെറിയൊരു എറർ, ചെറിയൊരു ഗ്ലിച്ചസ് നിലവിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓൾ മീഡിയയിലേക്ക് പോയി. ഓൾ മീഡിയയിൽ പോയിട്ട് നമ്മുടെ ഫസ്റ്റ് സീനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സീനിൻ്റെ ടെക്സ്റ്റ് സ്ക്രിപ്റ്റ് ആദ്യം നമ്മൾ കോപ്പി ചെയ്യുക. അപ്പോൾ ഇവിടെ സ്പൈസ് ഗാർഡൻ ഇടുക്കിയാണ്. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് സീനാണ് കട്ട് ടു എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് മാത്രം നിങ്ങൾ കട്ട് ചെയ്താൽ മതി. അത് കട്ട് ചെയ്തു. ഇനി നമ്മൾ ഒന്നാമത്തെ സീനിൻ്റെ പിക്ചർ നമുക്ക് ചൂസ് ചെയ്യാം.
അപ്പോൾ നമ്മൾക്ക് ഈ ഒന്നുകിൽ ഈ ഒരു സീൻ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഇതിലേതും നമ്മൾക്ക് ചൂസ് ചെയ്യാം. നമ്മൾക്ക് ഒന്നുകൂടി കണക്ട് ആവുന്നത് ഇതാണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇതും കുഴപ്പമില്ല. ഇതിലേത് ഓക്കെ ആണെങ്കിലും നമ്മൾ ആഡ് ടു പ്രോംപ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. ആഡ് ടു പ്രോംപ്റ്റ് എന്ന് കൊടുത്ത ശേഷം ആ ഒരു പ്രോംപ്റ്റ്, ആ ഒരു പിക്ചർ നമ്മുടെ പ്രോംപ്റ്റിലേക്ക് വന്നു. ഈ ഒരു ബട്ടൺ ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തു, ഈ ഒരു ഇമേജ്. പിന്നെ നെക്സ്റ്റ് ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തു. നമുക്ക് 2 ഇമേജുകളൊക്കെ പ്രോംപ്റ്റിലേക്ക് ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്താൽ ആ 2 ഇമേജ് നമ്മുടെ പ്രോംപ്റ്റിലെത്തും. ഇനി നമ്മൾ ഇവിടെ സിമ്പിളായിട്ട് ആ ഒരു പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഏജൻറ്റ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എക്സ്ട്രാ അഡീഷണൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് ശരിക്കും ഏജൻറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മളുടെ ഏജൻറ്റ് എടുക്കുന്നത് തന്നെ നല്ലത്. ഏജൻറ്റ് എടുത്തു, കാരണം അത് ബാക്കി എന്തെങ്കിലും എലമെൻ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ കണ്ടെത്തും. ഇനി നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഇതിൻ്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ വീഡിയോ വേണ്ടത്, പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ, അതൊക്കെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ടൈപ്പുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു. ഓക്കെ, അത് ഓക്കെയാണ്. ഇനി ഇവിടെ തന്നെ നമ്മുടെ ഓരോ വീഡിയോ ഏത് ടൂൾ വെച്ചിട്ടാണ്, ഒമ്നി ഫ്ലാഷ്, VO3 അങ്ങനെ പല ടൂളുകളുണ്ട് നമുക്ക് ഒമ്നി ഫ്ലാഷ് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ സേവ് കൊടുത്തു. അത് കൊടുത്ത ശേഷം നമ്മൾ എൻ്റർ കൊടുത്താൽ നമ്മുടെ വീഡിയോ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്തൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ച് വീഡിയോ മേക്ക് ചെയ്യുന്നതിന് മുമ്പ് തിരിച്ച് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് നമ്മൾ ഈ ഒരു വീഡിയോക്ക് എത്ര ക്രെഡിറ്റ്സ് ഇത് എടുക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ അപ്രൂവ് കൊടുക്കുക. അപ്രൂവ് കൊടുത്ത ശേഷം ഇനിയാണ് എന്ത് ചെയ്യുന്നത്, വീഡിയോ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും നമ്മളൊന്നുകൂടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഒന്നാമത്തെ സീന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി വെക്കാം. ഒന്നാമത്തെ സീൻ ജസ്റ്റ് പ്ലേ ചെയ്യാം. ലെറ്റ് മീ പ്ലേ ദ വീഡിയോ. ഓക്കെ, അപ്പം നമ്മുടെ ഒന്നാമത്തെ സീൻ, ഓക്കെ, ഒന്നാമത്തെ സീനിൽ നമ്മൾ മലയാളം ടെക്സ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ സീൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നാമത്തെ സീൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ ബാക്കി കുറച്ചുകൂടി എഡിറ്റ്സ് വരുത്താനുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. ഇനി നമ്മൾ ബാക്കി സീൻ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇവിടെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആ സീൻ ഒന്ന് കൃത്യമായിട്ട് വായിക്കാം. അപ്പോൾ ഇനി ട്രഡീഷണൽ കിച്ചൺ ആണ്, അടുക്കളയിലാണ്. ദ കിച്ചൺ ഫിൽഡ് വിത്ത് ഗോൾഡൻ ലൈറ്റ്, കൗസല്യ സ്റ്റാൻഡ് നിയർ ദ സ്റ്റോൺ ഗ്രൈൻഡർ, ഷീ ഹോൾഡ് എ ഹാൻഡ്ഫുൾ ഓഫ് ഡ്രൈഡ് ഓഫ് റെഡ് ചില്ലീസ്. അപ്പം ഇനി ഈ അമ്മ ഒരു അമ്മ വെച്ചിട്ടുള്ള കിച്ചണിലൊരു സീനാണ്. അപ്പോൾ നമ്മൾ ഈ സീൻ കോപ്പി ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത വീഡിയോ മേക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഏതാണ് വേണ്ടത്, ഇവിടെ ഇതൊക്കെ നമ്മൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, ഇത് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾക്ക് ഇവിടെ പറ്റുന്നതാണ്. നമ്മൾക്കൊന്നുകൂടെ ലെറ്റ്സ് ടേക്ക് ദിസ്. ഓക്കെ, ഇതെടുത്തു. അപ്പോൾ നമ്മൾ ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തു. ഓക്കെ, ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എൻ്റർ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ശേഷം ബാക്കിയൊക്കെ ഡിഫോൾട്ടായിട്ട് നമ്മുടെ എങ്ങനെയാണ് ലാൻഡ്സ്കേപ്പ് ആണ് എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എൻ്റർ കൊടുത്തു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സീനും ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്യാരക്ടേഴ്സിൻ്റെ ഓഡിയോ അടക്കം ചൂസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ടെന്ന്. അത് ഞാൻ കാണിച്ചു തന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ക്യാരക്ടേഴ്സിൽ പോകും, അത് ഞാൻ കാണിച്ചു തരാം. മറ്റേത് ഏതായാലും സമയം എടുക്കും, രണ്ടാമത്തെ സീൻ മേക്ക് ചെയ്യാൻ സമയം എടുക്കും. ക്യാരക്ടേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ക്യാരക്ടർ ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് ആഡ് ഫ്രം ദ പ്രൊജക്റ്റ്, നമ്മുടെ പ്രൊജക്റ്റ് എന്നുള്ള ഒരു ക്യാരക്ടറിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ക്യാരക്ടർ, ഇപ്പോൾ നമ്മുടെ അമ്മൂമ്മനെ തന്നെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ആഡ് ക്യാരക്ടർ കൊടുക്കുക. അങ്ങനെ ആഡ് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് ആ ക്യാരക്ടറിൻ്റെ ഓഡിയോ ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ജസ്റ്റ് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾക്ക് ആ ഒരു ക്യാരക്ടറിന് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ട് വോയിസ്, ഏത് വോയിസും ആണെങ്കിലും നമുക്ക് പ്രിവ്യൂ ചെയ്യാം. അപ്പം നമ്മൾക്ക് വേണ്ട ഏത് വോയിസും നമ്മൾക്ക് ഇവിടെ ചൂസ് ചെയ്തിട്ട് ആഡ് ടു ക്യാരക്ടർ കൊടുത്താൽ നമ്മുടെ ആ ഒരു ക്യാരക്ടർ ഈ ഒരു ശബ്ദത്തിലാണ് സംസാരിക്കുക. അപ്പം നമ്മളുടെ ക്യാരക്ടറിൻ്റെ ശബ്ദം കൂടി നമുക്ക് ചൂസ് ചെയ്യാം. ഇനി നമ്മൾ തൊട്ട് മുമ്പ് രണ്ടാമത്തെ സീൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഐ എം ഗോയിങ് ടു ജനറേറ്റ്, ഇറ്റ്സ് ടേക്കിംഗ് ടൈം, സ്റ്റിൽ വി നീഡ് ടു വെയിറ്റ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ സീനും കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്ര വെയിറ്റ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഏജൻറ്റ് ചെറിയ ഗ്ലിച്ചസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഇത്ര ക്രെഡിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് അപ്രൂവൽ ചോദിക്കുക. അപ്പോൾ അത് അപ്രൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചോപ്പിനൊരു കഥ പറയാനുണ്ട്. മണ്ണും മനസ്സിനും ഒരേപോലെ പ്രിയപ്പെട്ട കഥ.
സി, അതായത് നമ്മളുടെ ആ ഒരു സീൻ അനുസരിച്ചിട്ടുള്ള എക്സാക്ട് വീഡിയോ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വി ആർ സക്സസ്ഫുൾ ഇൻ സെക്കൻഡ് സീൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, മൂന്നാമത്തെ സീനിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യം മൂന്നാമത്തെ സീനിലേക്ക് പോവാം. ഈ ഒരു ചുവപ്പിനൊരു കഥ പറയാണ്ട് മണ്ണ് അത് ഓക്കെ, രണ്ടാമത്തെ സീനൊക്കെ. ഇനി ഇതാണ് മൂന്നാമത്തെ സീന്. ഇത് നമ്മൾ വേറൊരു ക്യാരക്ടറാണ്. അരവിന്ദ് എന്ന് പറയുന്ന ഒരാൾ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു കിച്ചണിൽ ഇരുന്നിട്ട് പറയുന്നതാണ്. അരവിന്ദ് ഓർക്കുന്നതാണ്, അമ്മൂമ്മയുടെ കൈപുണ്യം ഇപ്പോൾ എൻ്റെ കൈകളിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സീന് ഞാൻ കോപ്പി ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഏത് പിക്ചറാണ് അവിടെ വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സി, അപ്പോൾ നമുക്ക് ഇതെടുക്കാം, ഇതിൽ ഏതോ നമ്മൾക്ക് എടുക്കാം. ഐ ഫെൽറ്റ് ദിസ് വൺ ഈസ് ഗുഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തു. ശേഷം ഞാനിവിടെ ആ ഒരു സീൻ എൻറ്റർ ചെയ്തു. നമുക്ക് ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ശരിക്കും ഇത് അപ്രൂവൽ ചോദിക്കും, അപ്രൂവൽ വീണ്ടും ചോദിക്കും. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾക്ക് ഈ സെറ്റിങ്സിൽ എന്തും കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 1x ഒരു സീന്, 2 സീന്, 3 സീന്, 4 സീൻ ഉണ്ട്. അതായത് നമ്മുടെ ഒരു സീനിന് 2-3 മോഡൽസ് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ അവിടെയൊക്കെ നമ്മൾ എക്സ്ട്രാ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ്സ് പോകും എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് തൊട്ട് മുമ്പേ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഓക്കെയോ എൻട്രോ കൊടുക്കുക. ഓക്കെ കൊടുത്തു. അപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ അത് വീണ്ടും നമ്മുടെ അപ്രൂവൽ എടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീഡിയോ ക്രിയേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. വീഡിയോ ക്രിയേഷൻ ഇവിടെയും കാണാൻ സാധിക്കും, ഇവിടെ പുതിയൊരു സീനും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സീന് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇറ്റ്സ് വർക്കിംഗ്. സി, നമ്മൾക്കിവിടെ മൂന്നാമത്തെ വീഡിയോ സീൻ ക്രിയേറ്റ് ആവുന്നത് കാണാം. ഇവിടെ കൃത്യമായിട്ട് സമയവും കാണിക്കും. ഇനി ഇതേപോലെ തന്നെ നമ്മളുടെ ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എത്രയാണ് നമ്മുടെ ക്രെഡിറ്റ്സ് ലിമിറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സീനും ക്രിയേറ്റ് ആക്കുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ സീനും കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് തരാം. ഓക്കെ, സി, അമ്മൂമ്മയുടെ കൈപുണ്യം ഇപ്പൊ എന്റെ കൈകളിലും. മൂന്നാമത്തെ സീനും ദാറ്റ്സ് നൈസ്. ഇനി ഞാനൊരു 3 സീനും കൂടി എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്യാം, കാരണം കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ 4ാമത്തെ സീന് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 5ാമത്തെ സീന് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു ഏജൻറ്റിന് പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് മേക്ക് ചെയ്യുക എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളോടൊന്ന് അപ്രൂവൽ ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഞാനിവിടെ എസ് പറഞ്ഞു, വീണ്ടും ഒരു എസ് കൊടുത്തു, ഓക്കെ കൊടുത്തു, ലാസ്റ്റ് വെറുതെ ഒരു അപ്രൂവ് കൊടുത്തു. അപ്പോഴാണ് ഇത് അപ്രൂവ് റിക്വസ്റ്റ് വന്നത്. അപ്പോൾ ആ ഒരു ഗ്ലിച്ചസ് ചിലപ്പോൾ ഉണ്ടാവാം, അതൊന്ന് ശ്രദ്ധിക്കാം. ഈ 5ാമത്തെ സീനിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ കൗസല്യ എന്ന് പറയുന്ന ആ ലേഡി, പ്രായമുള്ള ഒരു അമ്മ, മലയാളി പൗഡേഴ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അരവിന്ദ് എന്ന് പറയുന്ന ആ ഒരു യങ് ആയിട്ടുള്ള ആള്, വേർതിരിക്കാനാവാത്ത പരിശുദ്ധി, പിന്നെ മീനാക്ഷി മലയാളിയുടെ സ്വന്തം രുചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ 3 ക്യാരക്ടേഴ്സും ഡയലോഗ് ഉണ്ട്. ചില സമയത്ത് നമ്മൾ AI വെച്ചിട്ട് വീഡിയോ മേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നമാണ്, ഈ ഒരു ക്യാരക്ടർ അത് പറയും, ഈ ക്യാരക്ടർ ഇത് പറയും, അങ്ങനെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ ആ ഇഷ്യൂ നമ്മൾക്ക് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. സി, നമ്മളുടെ 4ാമത്തെ വീഡിയോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ബ്രൈഡിൻ്റെ ഒരു വീഡിയോ ആണ്. ഇതാണ് യഥാർത്ഥ രുചി. സി, 4ാമത്തെ വീഡിയോയും കിട്ടിയിട്ടുണ്ട്. 5ാമത്തെ വീഡിയോൻ്റെ സീന് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ശേഷം നമ്മൾ ഏതാണ് ഇതിൻ്റെ സീനൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എന്താ വെച്ചാൽ കൗസല്യ ഈസ് നൗ holding the packet of Malayali powders, chili powder, the packaging. Okay, കൗസല്യ ആ പാക്കറ്റുകൾ പിടിക്കുന്ന സീനുകളാണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് എടുത്തു, ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തു. പിന്നെ ഇവരുടെ ഈ പാക്കറ്റ് പിടിച്ചിരുന്ന ഈ ഒരു സീനാണ്. അപ്പോൾ അത് 2 ഇമേജസ് വേണം. രണ്ടും നമ്മളിവിടെ, അയ്യോ ശരിയായില്ല. ഓക്കെ, നമ്മൾ ഈ ഒരു പിക്ചർ ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തു. ശേഷം ഈ ഒരു പിക്ചറും ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ 2 പിക്ചേഴ്സും ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തു. ഇനി നമ്മൾക്കിവിടെ ഇപ്പോൾ കൗസല്യ ആണ് മലയാളി പൗഡേഴ്സ് എന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ കൗസല്യൻ്റെ തൊട്ടടുത്തോട്ട് അറ്റ് ക്ലിക്ക് ചെയ്യുക. അറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടേഴ്സിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ക്യാരക്ടേഴ്സിനെയും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇമേജും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇമേജ് നമ്മളിവിടെ തിരഞ്ഞെടുത്തു. ഓക്കെ, ഈ ഒരു ഇമേജ് നമ്മൾ തിരഞ്ഞെടുത്തു. അപ്പോൾ കൗസല്യ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി.
ഇനി നെക്സ്റ്റ് വിത്ത് പ്രൗഡ് മലയാളി പൗഡേഴ്സ് ആണ്. ഇവിടെ വിത്ത് പ്രൈഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അരവിന്ദനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അരവിന്ദൻ്റെ ഇമേജ് എടുത്തു. ഓക്കെ, ആഡ് ടു പ്രോംപ്റ്റ് എടുത്തു. ഇത് നമ്മൾ നേരത്തെ ക്യാരക്ടേഴ്സ് ആയിട്ട് ശരിക്കും സെറ്റ് ചെയ്യേണ്ടിയിരുന്നു. അതിൻ്റെ ചെറിയൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അയ്യോ ഇത് ഇവിടെ മാറി. ഇത് നമ്മൾക്ക് ഇവിടെ അല്ല വേണ്ടിരുന്നത്, അരവിന്ദൻ്റെ ഇവിടെയായിരുന്നു. അറ്റു കൊടുത്തിട്ട് നമ്മൾ അരവിന്ദനെ തിരഞ്ഞെടുക്കണം. വെരി അരവിന്ദനെ തിരഞ്ഞെടുത്തു. ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്തു. ഇനി നെക്സ്റ്റ് മീനാക്ഷിയാണ്. മീനാക്ഷിൻ്റെ അവിടെ അറ്റു കൊടുത്ത് ആ മീനാക്ഷി രണ്ടാളും പാടെ ആ പാക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പിക്ചർ നമുക്ക് സെലക്ട് ചെയ്യാം. വെരി സാഡ് പിക്ചർ. ഓക്കെ, ഇതും തിരഞ്ഞെടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടേഴ്സ് ഒരിക്കലും ഷഫിൾ ആവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഗുണം. അപ്പോൾ അത് നമ്മൾ ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് എൻ്റർ കൊടുക്കുക. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. അങ്ങനെ അവസാനം നമ്മൾക്ക് എല്ലാ സീനുകളും കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് സീന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മലയാളി പൗഡേഴ്സ്, ഇത് വെറും മുളകുപൊടിയല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ നിറമാണ്. ഓക്കെ, നമുക്ക് വേണ്ട എല്ലാ സീനുകളും കിട്ടി. ഇനി നമ്മൾക്ക് വേണ്ടത് എന്താണ്? ഈ എല്ലാ വീഡിയോകളും നമ്മൾ ക്ലബ് ചെയ്യണം, ചേർത്തിക്കണം. അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെ ഇനി ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇതാണ് മൂന്നാമത്തെ ഘട്ടം. അതിന് നമ്മൾ സീൻ എന്നുള്ള സെക്ഷനിലേക്ക് വരിക. ക്യാരക്ടേഴ്സിൻ്റെ താഴെ സീൻ എന്നുള്ള ഈ ഒരു സെക്ഷനിലേക്ക് വരിക. അവിടെ നമ്മൾ ക്രിയേറ്റ് എ സീൻ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം ക്രിയേറ്റ് എ സീൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. ക്രിയേറ്റ് എ സീൻ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു എഡിറ്റിംഗ് ബോർഡിലേക്കാണ് നമ്മൾ എത്തുക. അവിടെ നമുക്ക് ഏതെല്ലാം വീഡിയോസ് ആണ് നമ്മൾ ആദ്യം മുതൽ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ആഡ് ടു സീൻ കൊടുത്തു. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ നമ്മൾ എഡിറ്റിംഗ് ബോർഡിലേക്ക് വന്നു. ഇവിടെ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് വേണ്ട. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ശബ്ദവും വേണ്ട. അപ്പോൾ നമ്മൾ ആ ശബ്ദം ക്ലോസ് ചെയ്തു. പിന്നെ ഇതിൻ്റെ വലുപ്പം ഇത്രത്തോളം ലെങ്ത് വേണ്ട. ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കുറച്ച് കുറക്കണം. ഓക്കെ, അത് ഓക്കെ. ഇനി നമ്മളിതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് വീഡിയോ ആഡ് ക്ലിപ്പ് കൊടുത്തു. എന്നിട്ട് ശേഷം ഈ ഒരു സീൻ ആഡ് ചെയ്തു. ആഡ് ടു സീൻ കൊടുത്തു. ഇതിൻ്റെ ശബ്ദം വേണം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വലുപ്പം ഒന്നുകൂടെ കുറച്ചുകൂടെ കുറക്കാം. എന്നിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കാം. ഇത് ഇവിടെ ഇംഗ്ലീഷ് പറയുന്നത് വേണ്ട. നമുക്ക് ഒന്നുകൂടെ എഡിറ്റ് ചെയ്യാം. ഈ ചുവപ്പിനൊരു കഥ പറയാനുണ്ട്. മണ്ണും മനസ്സിനും ഒരേപോലെ പ്രിയപ്പെട്ട കഥ. ഓക്കെ, അതൊക്കെ രണ്ടാമത്തെ ഡയലോഗും അടിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കട്ട് ചെയ്യാം. ഇവിടെ എത്ര വേണ്ട. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ സീന് നമുക്ക് ആഡ് ക്ലിപ്പിൽ കൊടുത്തിട്ട് മൂന്നാമത്തെ ക്ലിപ്പ് ആഡ് ടു സീൻ കൊടുത്തു. മൂന്നാമത്തെ ക്ലിപ്പും വന്നു. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ക്ലിപ്പ് വേണം. ആഡ് ക്ലിപ്പ് കൊടുത്തിട്ട് നാലാമത്തെ ക്ലിപ്പ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഏത് എഡിറ്റിങ്ങും വരുത്താൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കുറേ ആളുകൾക്ക് ഹെൽപ്ഫുള്ളായി എന്നറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കുറേ ആളുകൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ ഓക്കെയാണ്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ശരിക്കുള്ള കമൻറ്റുകൾ താഴെ പറയാൻ മറക്കരുത്. അതാണ് ശരിക്കും നമ്മൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന നല്ല ഹ്യൂജ് ആയിട്ടുള്ള സപ്പോർട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്.